നമസ്കാരം. മനുഷ്യരാശിയുടെ പരിണാമത്തെയും പുരോഗതിയെയും അറിയാതെ പോയൊരു സമൂഹം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഏകാന്ത ജീവിതം നയിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ മനുഷ്യരുള്ള ദ്വീപുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. ശിലായുഗത്തിലെ മനുഷ്യരുടെ അതേ ജീവിതശൈലി ഇന്നും പിന്തുടരുന്നവർ ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ ദ്വീപസമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന നോർത്ത് സെന്റിനൽ ഐലൻഡ് ഭൂമിയിലെ തന്നെ ഏറ്റവും ദുരൂഹമായ ഇടമാണ്. ഇതിനെപ്പറ്റിയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞ ഇടം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽപ്പെടുന്ന 45 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ചെറിയൊരു ദ്വീപാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ്. ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ ദ്വീപ്, പക്ഷേ ഇതിനുള്ളിലുള്ള ജീവിതം വിചിത്രമാണ്. 60,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെങ്ങനെയാണോ അതേ ജീവിത രീതിയാണ് സെന്റിനലീസ് ഇന്നും തുടരുന്നത്. മറ്റു മനുഷ്യർ പുരോഗമന പാതയിലൂടെ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും ഒരു മാറ്റവുമില്ലാതെ ഇലകളും തോലുകളും കൊണ്ട് ശരീരം മറച്ചും അമ്പും കുന്തവും ഒക്കെ കൊണ്ട് വേട്ടയാടി ആധുനിക മനുഷ്യന്റെ സാങ്കല്പിക കഥകളിൽ എന്ന പോലെ ജീവിക്കുന്നവരാണ് ഈ ദ്വീപിലെ നിവാസികൾ. ഇവിടുത്തെ അന്തേവാസികളായ സെന്റിനലീസ് ഗോത്രവർഗ്ഗക്കാർ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നവരാണ്. ഈ ഒറ്റപ്പെടൽ അവരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് 60,000-ഓളം വർഷങ്ങൾക്ക് പിറകിലാണ്. ഈ ഏകാന്തവാസമാണ് സെന്റിനലീസിനെ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ മനുഷ്യരാക്കി മാറ്റിയത്. നോർത്ത് സെന്റിനൽ ഐലൻഡ് ഇതുവരെ ആരും സന്ദർശിച്ചിട്ടില്ല എന്നല്ല, കഴിഞ്ഞ 200 വർഷത്തിനിടയിൽ പുറത്തുനിന്നുള്ളവർ ഒരുപാട് തവണ ഈ ദ്വീപുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ ശ്രമങ്ങളെയും സംഘം അക്രമാസക്തമായി നിരസിച്ചു. ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട മനുഷ്യവിഭാഗമാണ് ഇവർ. 60,000 വർഷത്തിലേറെയാണ് അവർ ഇങ്ങനെ തന്നെ നിലകൊള്ളുന്നത്. അതിനാൽ തന്നെ ഈ ദ്വീപിൽ എത്തുന്നതും ഗോത്രവർഗ്ഗക്കാരുമായി ഇടപഴകുന്നതും അധികൃതർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു മനുഷ്യരുമായുള്ള സമ്പർക്കം ഈ ദ്വീപ് നിവാസികളെ പെട്ടെന്ന് അനാരോഗ്യത്തിലേക്ക് തള്ളിവിട്ടേക്കാമെന്നും ഗോത്രവർഗ്ഗക്കാരെ അവരുടെ സ്വൈരജീവിതത്തിൽ വിടുക എന്ന ലക്ഷ്യവുമാണ് ഈ വിലക്കിന് പിന്നിൽ. സെന്റിനലീസിന്റെ ചിത്രങ്ങൾ പോലും വളരെ വിരളമായാണ് ഇന്റർനെറ്റിൽ ലഭ്യമാകുന്നത്. നരവംശ ശാസ്ത്രജ്ഞനായ ത്രിലോക്നാഥ് പണ്ഡിറ്റ് ദ്വീപ് സന്ദർശിച്ചപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണ് കൂടുതലും സെന്റിനൽ ഗോത്രവർഗ്ഗക്കാരുടേതുള്ളത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സെന്റിനൽ ഗോത്ര വിഭാഗക്കാരെ വളരെ ശ്രദ്ധയോടു കൂടിയാണ് ഇന്ത്യ ഗവൺമെന്റ് പോലും വീക്ഷിക്കുന്നത്. 100-ൽ താഴെ മാത്രമാണ് ഇവരുടെ ജനസംഖ്യ എന്ന് പറയപ്പെടുന്നുവെങ്കിലും അതിലും കൃത്യമായ കണക്കുകളില്ല. ഇവിടെ മനുഷ്യവാസമുണ്ടെന്ന് പോലും കണ്ടെത്തിയത് 1771-ലാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേ ഉദ്യോഗസ്ഥനായ ജോൺ റിച്ചി ദ്വീപിലൂടെ കടന്നു പോകവെയാണ് ഇവിടെ മനുഷ്യവാസമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ ഗവൺമെന്റ് അടക്കം നടത്തിയ പല നടപടികളും ഫലമില്ലാതെ പോയി. 1967-ലായിരുന്നു ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞനായ ത്രിലോക്നാഥ് പണ്ഡിറ്റ് സെന്റിനൽ ദ്വീപിലേക്ക് സന്ദർശനം നടത്തിയത്. അതായിരുന്നു സെന്റിനൽസുമായിട്ടുള്ള ആദ്യ സമാധാനപരമായ കൂടിക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് തേങ്ങ സമ്മാനമായി നൽകിക്കൊണ്ട് പണ്ഡിറ്റും സംഘവും ഗോത്രവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ദ്വീപിൽ വളരാത്ത തേങ്ങ അവർക്ക് ആവശ്യമായിരുന്നു. കുറേ വർഷത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം പണ്ഡിറ്റും സംഘവുമായി അവർ ഇണങ്ങി. എന്നാൽ അധിക സമയം അവിടെ നിൽക്കുവാൻ സെന്റിനലീസ് അവരെയും വിലക്കിയിരുന്നു. എന്തുകൊണ്ടാണ് സെന്റിനലീസ് ഇത്രയും അപകടകാരികളായത്? പ്രധാന കാരണം അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത തന്നെയാണ്. കടലിന് നടുവിൽ കൊടുംകാട്, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ലോകം അവർക്കില്ല. എന്നാൽ ഒറ്റപ്പെട്ട അവരുടെ ജീവിതത്തെ ക്രൂരമായി വേദനിപ്പിച്ച പുറം ലോകത്തോടുള്ള ഒരു കഥ അറിയേണ്ടതുണ്ട്. 19-ാം നൂറ്റാണ്ടോടെ സെന്റിനൽ ഗോത്ര സമൂഹവുമായി ഒരടുപ്പം സൃഷ്ടിക്കാനുള്ള ആദ്യ പരിശ്രമം ബ്രിട്ടീഷ് ഗവൺമെന്റ് തുടങ്ങിവെച്ചു. പക്ഷേ ഈ സംഭവത്തിന് ശേഷമാണ് അവർ കൂടുതൽ അക്രമകാരികളായത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് 1880-ലാണ് ഒരു 21-അംഗ സംഘത്തെ സെന്റിനൽ ദ്വീപിലേക്ക് അയച്ചത്. 4 കുട്ടികളടങ്ങുന്ന ഒരു കുടുംബത്തെ അവർ ദ്വീപിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇത് തിരിച്ചടിയായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ട രോഗം പിടിപെട്ടു ആ ദമ്പതികൾ മരണപ്പെട്ടു. മരണപ്പെടുവാനുള്ള പ്രധാന കാരണം അവരുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റമായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളോളം ദ്വീപിൽ തന്നെ ആയിരുന്നതിനാൽ ഭൂമിയിലെ മറ്റു വൈറസുകളെയും ബാക്ടീരിയകളെയും പ്രതിരോധിക്കാനുള്ള കഴിവ് അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായപ്പോൾ കുട്ടികളെ ബ്രിട്ടീഷുകാർ തിരിച്ചു ദ്വീപിലെത്തിച്ചു. ശേഷം ആ കുട്ടികൾ മുഖേന അവിടുത്തെ നിരവധി കുട്ടികൾക്ക് രോഗങ്ങൾ പടർന്നിരിക്കാം, മരിച്ചിട്ടുമുണ്ടാകാം. ചിലപ്പോൾ ആ ഒരു സംഭവമാകാം പുറം ലോകത്തെ ആളുകളെ പറ്റി സെന്റിനലീസിനെ ബോധവാരാക്കുന്നത്. തലമുറകളായി ആ ഒരു കഥ സഞ്ചരിച്ചിട്ടുമുണ്ടാകാം. ഒരുപക്ഷെ ഈ ഒരു സംഭവമാകാം അവർ നമ്മെ അകറ്റി നിർത്തുന്നത്. ഈ കഥ ചിലപ്പോൾ നമ്മുടെ അനുമാനവുമാകാം. അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും നമ്മുടെ പക്കലില്ല.
എങ്ങനെയാണ് അവർ അവിടെ ജീവിക്കുന്നത്, എന്താണ് അവരുടെ സംസ്കാരം, എന്താണ് അവരുടെ ഭക്ഷണ രീതി തുടങ്ങിയവയെല്ലാം ഇന്നും നിഗൂഢമാണ്. ഒരുപക്ഷെ നമ്മളിൽ കൗതുകമുണർത്തുന്നതും ഇതൊക്കെ തന്നെയാകാം. ദ്വീപിന്റെ 5 കിലോമീറ്റർ ചുറ്റളവ് മുതൽ നിരോധിത മേഖലയാണ്. വംശനാശം നേരിടുന്നതിനാൽ ഇവരെ ഉപദ്രവിച്ചാൽ 3 വർഷം വരെ തടവ് ലഭിക്കാനുള്ള നിയമമുണ്ട്. ഇത്തരം വിലക്കുകളുടെയൊക്കെ പ്രധാന കാരണം അവരുടെ സംരക്ഷണം തന്നെയാണ്. അവരുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിലെ എല്ലാ സൂക്ഷ്മാണുക്കളെയും ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ചെറിയൊരു സൂക്ഷ്മാണു പോലും ആ ദ്വീപിനെ തുടച്ചു നീക്കിയേക്കാം. എല്ലാ ജീവിവർഗങ്ങൾക്കും അവരുടെ സ്വാഭാവികതയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ള ആ സമൂഹത്തിൻ്റെ ആഗ്രഹത്തെ നാം മാനിക്കേണ്ടതുണ്ട്.